ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണ പിങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം പൊതുജന സേവനത്തിനായി കച്ചകെട്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന താൽക്കാലിക സദ്ഗുണ സമ്പന്നന്മാരിൽ നിന്നും നല്ല വാക്കും പ്രവൃത്തികളും കാണാനും കേൾക്കാനുമുള്ള അപൂർവ സുന്ദരങ്ങളായ സന്ദർഭങ്ങളാണല്ലോ ഇലക്ഷന് മുൻപും ഇലക്ഷൻ കഴിഞ്ഞുമുള്ള ദിവസങ്ങളിലും കണ്ടുവരുന്നത്. ഇലക്ഷനെ എതിരേൽക്കാനുള്ള ഇലക്ഷൻ കണി കൂത്തുപറമ്പിൽ പാർട്ടിക്കാർ ഒരുക്കിക്കഴിഞ്ഞു. കണ്ണിലൊരു മുള്ള കൊണ്ടാട്ടെ ഒരു ശരാശരി പൊതുജന സേവകന്റെ ഹൃദയം സ്പോഞ്ച് പോലെ ആക്കി വെക്കേണ്ട സന്ദർഭമാണിത്. ചിലയിടത്തു പക, മറ്റു ചിലയിടത്തു പാര. മിണ്ടിപ്പോയാൽ ഉള്ളത് പറയാമല്ലോ, വലിയ വില കൊടുക്കേണ്ടി വരും. വിലകെട്ടതും വിലക്കിട്ടതുമായ ചില സാക്ഷ്യങ്ങളുമായി നാടകമേ ഉലകത്തിൻ്റെ സംഭ്രമജനകമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെയാണ് സീറ്റിനായുള്ള ജനസേവകരുടെ പരവേശം. ഇപ്പോൾ ഒരു കമന്റ്സും പറയണില്ല, ഞാൻ പിന്നെ പറയാം. മത്സരിക്കണമെന്ന് വിചാരിക്കണു, ഉറപ്പിച്ചിട്ടില്ല. പാർട്ടി സീറ്റ് തരണ്ടേ നല്ല കള്ളപ്പലിശക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ കയ്യിൽ നിന്നും പണം മേടിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഏത് തരത്തിലെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ വിമതന്മാർ ഈ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്നത്. സിംഹാസനം നൽകി തപ്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. പതിനാലാം വയസ്സ് മുതൽ മുദ്രാവാക്യം വിളിച്ച് തലമ്പിച്ച കയ്യായത് കണ്ടാ തോന്നുവോ? കുടമാളൂരിലെ സാറാമ്മയെ സംബന്ധിച്ചിടത്തോളം ആകെ അറിയാവുന്ന ജോലി ജനങ്ങളെ സേവിക്കുക എന്നതാണ്. അതിനുള്ള ചാൻസ് നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ അമറി. உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. സത്യത്തിൽ സാറാമ്മച്ചേട്ടത്തി പടവെട്ടി സ്വന്തമാക്കിയ സീറ്റാണിതെന്ന് പറയാം. ഇവിടെ ഞാൻ 9 വർഷമായി കുടമാളൂർ ഷെയർവില്ല എന്ന സ്ഥലത്താണ്. ഞാൻ അമേരിക്കയിലും ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പോയി ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ട് വന്നതാണ്. എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊക്കെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. അതെന്റെ ഒരു കടമയായിട്ട് ഞാൻ കാണുന്നു. ഇത് സെമി ഫൈനൽ പടവെട്ടാണ്. ഫൈനൽ വെട്ട് ഇനിയാണ്. കൈവിട്ട കല്ലും വാവിട്ട വാക്കും ഫേസ്ബുക്കിലിട്ട പോസ്റ്റും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ത്രിതല മണ്ഡലകാല സമയത്ത് വ്രതം തെറ്റിയാൽ പണി പാളും. പാവം ചെറിയാച്ചന് പറ്റിയത് അതാണ്. ഫേസ്ബുക്കിലിട്ട ഒരൊറ്റ പോസ്റ്റ്. യൂത്ത് കോൺഗ്രസുകാരുടെ ഉടുപ്പഴിക്കൽ സമരം മാതൃകാപരമായ ഒരു സമരമാർഗമാണ്. ഈ സമരം പണ്ട് രഹസ്യമായി നടത്തിയ വനിതകൾക്കെല്ലാം പണ്ട് കോൺഗ്രസിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. കൂടെയുള്ളവർ നികൃഷ്ട ജീവിയെ പോലെ കുറ്റപ്പെടുത്തി. ചെറുപ്പക്കാർ
അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പൂരി പ്രതിഷേധ പ്രകടനം നടത്തി. എന്നാൽ സ്ത്രീകൾ തുണിയുരിഞ്ഞ് പ്രകടനം നടത്തേണ്ടതായിരുന്നു എന്ന പരാമർശനം സംസ്കാരമുള്ള ആർക്കും ചേർന്നതല്ല. അത് അവരുടെ സംസ്കാരമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. ബിന്ദു ചേച്ചി അറിയാമല്ലോ, സ്ത്രീത്വത്തെ അപമാനിച്ചാൽ അവർ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. കേരളീയ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരെ ഒന്നടങ്കം മൺമറഞ്ഞു പോയവരടക്കമുള്ള വനിതാ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം വസ്തുതാവിരുദ്ധമായ ഈ പ്രസ്താവനയിൽ സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിച്ചു. ഉമ്മച്ചന് സങ്കടായി. ശ്രീ ചെറിയാൻ ഫിലിപ്പിന്റെ പരാമർശനം വളരെ നിർഭാഗ്യകരവും വേദനാജനകവുമായിട്ടുള്ള ഒന്നായി പോയി. സുധീരൻ സാറാണ് ആകെ അസ്വസ്ഥനായത്. സ്ത്രീ സമൂഹത്തോട്, പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതായിരിക്കും ഉചിതം. ആശ്വാസത്തിന്റെ സൈറൻ മുഴക്കി. പക്ഷേ ചിലരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ചെറിയാൻ ഫിലിപ്പ് സംസാരിച്ചതാണ്. അത് സംസാരിക്കുമ്പോൾ ചെറിയൊരു ജാഗ്രതക്കുറവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ടായ ഒരു ശ്രദ്ധക്കുറവ് മാത്രമാണ്. ബോധപൂർവം സ്ത്രീകളെ മോശമാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പറഞ്ഞോ? ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് തെറ്റിദ്ധാരണ സൃഷ്ടിച്ച ഒരു പ്രയോഗമാണ്. കോൺഗ്രസിന്റെ സംസ്കാരത്തെക്കുറിച്ചാണ്. ആ സംസ്കാരത്തെക്കുറിച്ച് കോൺഗ്രസ്സുകാരായ പലരും തന്നെ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പുരുഷൻ മാത്രമല്ല, സ്ത്രീയും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം അതിനെ CPM പിന്തുണയ്ക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അത് നിങ്ങളെ പോലത്തുള്ളവർ ചോദിക്കുന്ന ചോദ്യമാണല്ലോ. ചെറിയാൻ പറഞ്ഞ വാക്കുകൾ വിനോദമായിട്ടാണ് ചില ആളുകൾ ആദ്യം എടുത്തത്. ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിന്റെ ഒരു സംസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇമ്മാതിരി ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ചെറിയാൻ ഫിലിപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസിനകത്തായിരുന്നല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ പഴയ ഏതെങ്കിലും സ്മരണ ഇങ്ങനെ പറയിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിന് രാഷ്ട്രീയ പ്രാധാന്യം കൊടുത്തത് CPM സ്റ്റേറ്റ് സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും അതിനെ പിന്തുണച്ചപ്പോഴാണ്. ശ്രീ ചെറിയാൻ ഫിലിപ്പിനെ പറ്റി ചെറിയ പിഴവ് തിരിച്ചറിഞ്ഞ് ചെറിയാൻ ഫിലിപ്പ് അതിനുവേണ്ട പരിഹാരം അദ്ദേഹം തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും എനിക്ക് പ്രതീക്ഷയുണ്ട്. ബിന്ദു ചേച്ചി കേസ് കൊടുത്താൽ പലതും വിളിച്ചു പറയുമെന്നാണ് ചെറിയ അച്ഛൻ പറയുന്നത്. നുണപരിശോധനയ്ക്ക് തയ്യാറായി തൻ്റെ ഉപബോധ മനസ്സിലുള്ള ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തു പറയുമെന്നാണ് ചെറിയ അച്ഛൻ്റെ പുതിയ പോസ്റ്റ്. ഇനി ചെറിയാച്ചനെ കൊണ്ട് അങ്ങനെ ഒരു ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിക്കണോ? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വലിയ വില കൊടുക്കേണ്ടി വരും. നാട്ടുകാരുടെ കാര്യം ഓർത്ത് ബേജാറാവണ്ട. ഇലക്ഷൻ ടൈമിൽ ഇതുപോലെ എന്തെങ്കിലും ചില ഉടുപ്പഴിക്കൽ എന്റർടൈൻമെന്റ് വേണ്ടേ? ഉയരും കൊടികളും ഏന്തി വരും യുവജന കോടികളെ മുന്നോട്ട്. ഉടുപ്പഴിക്കലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുതിയൊരു ഉടുപ്പിന്റെ കാര്യം ഓർമ്മ വന്നത്. എരുമപ്പെട്ടിയിൽ LDFിനോടൊപ്പം ജനകീയ വികസന മുന്നണി എന്ന ഉടുപ്പുമിട്ട് മുസ്ലിം ലീഗ് കടങ്ങോട് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. പഞ്ചായത്തിന്റെ പേര് കടങ്ങോട് എന്നാണെങ്കിൽ LDFിന്റെ കടക്കണ്ണ് അങ്ങോട്ടാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായ ലക്ഷണമാണ് ഉള്ളത്. ഇപ്പറഞ്ഞ കൂട്ടരെ പോലെയുള്ള തീവ്ര ഭീകരവർഗീയത ലീഗിനുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന അഭിപ്രായം CPIക്ക് ഇല്ല. മുന്നണിയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പാർട്ടികളിലെ അനൈക്യങ്ങൾ, അങ്ങനെയുള്ള ഇഷ്യൂസും കുറേയൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ലീഗ് വർഗീയത തീരെ ഇല്ലാത്ത ഒരു പ്രസ്ഥാനം ആണ് എന്നല്ല. ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന അഭിപ്രായം CPIക്ക് ഇല്ല. വർഗീയതയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലീഗ് പ്രവർത്തിക്കുന്നത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പൊതുതത്വം പ്രത്യയശാസ്ത്രവുമായി പെട്ടെന്ന് മിക്സ് ആവുന്നതാണ്. പ്രത്യയശാസ്ത്രം കൂടുതൽ പഠിച്ചതുകൊണ്ട് ബേബി സാർ അല്പം ചുറ്റിക്കെട്ടിയേ പറയാറുള്ളൂ. ഇപ്പറഞ്ഞ കൂട്ടരെ പോലെയുള്ള തീവ്ര ഭീകരവർഗീയത ലീഗിനുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ജാതി ചിന്ത ഉണ്ടാക്കിയതാരാണ്? ജാതിയുടെ പേരിൽ ഒരു വിഭാഗത്തിന് അനാവശ്യമായും ആവശ്യമായും സമ്പത്ത് വാരി കൊടുക്കുമ്പോൾ ഒന്നും കിട്ടാത്ത
ഒരു ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൻ്റെ വേദന കണ്ടില്ലെന്ന് നടിക്കുന്ന ഇരട്ടത്താപ്പ് നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ തകർച്ച. പക്ഷെ ഇതിനെ വേർതിരിച്ച് കാണാൻ കഴിയും. സംഘപരിവാർ, SDPI, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്ര വർഗീയ ശക്തികളാണ് വർഗീയതയുടെ ഭീഷണിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പരിഗണനയിൽ വരേണ്ടതും നമ്മുടെ ശക്തമായ വിമർശനത്തിനും എതിർപ്പിനും വിധേയമാവേണ്ടത്. ഒരു ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൻ്റെ വേദന കണ്ടില്ലെന്ന് നടിക്കുന്ന ഇരട്ടത്താപ്പ് നയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ തകർച്ച. ഈ അടുത്ത കാലത്താണ് PC സാറിനും ഈ പാർട്ടിയെക്കുറിച്ച് എല്ലാം മനസ്സിലായത്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ശരി എന്നെ മനസ്സാക്ഷി പറയും. അത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതുപോലെ അഴിമതിയുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ട് LDFന് PC പോലുള്ള ഒരാളിൻ്റെ അത്യാവശ്യമുണ്ട് താനും. ഞാൻ എൻ്റെ മനസ്സാക്ഷി ശരിയാ പറയുന്നത്. അത് പറയുമ്പോൾ എന്നെ മൂക്കിയെത്ത് ചത്ത്. പക്ഷേ PC സാറിനെ അറിയാമല്ലോ. ഞാനൊരു അലവലാതിയും തെമ്മാടിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു. ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു. അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു. അടുത്ത ഇലക്ഷനോടെ കാര്യങ്ങൾ ഏതാണ്ട് ഒന്നുകൂടി വ്യക്തമാകും. 1, 2, 3, 4 നല്ല റിതമിട്ട് കൊടുക്കോ. ഒറ്റക്കെട്ട് എന്ന ചിത്രത്തിനെ കുറിച്ച് അണിയറ പ്രവർത്തകർ. കോൺഗ്രസിന് ആരോ ഒരു വർഗീയതയോടും കോൺഗ്രസിന് മൃദു സമീപനമില്ല. മതേതരത്വത്തിന് നേരെ BJP ദേശീയ തലത്തിലുണ്ടാക്കുന്ന ഭീഷണി കേരളത്തിലും ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അരുവിക്കരയിലുണ്ടായ ജയം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും. കേരളത്തെ വർഗീയ കൂട്ടുകെട്ടിൽ കൊണ്ടെത്തിക്കാമെന്ന് ആര് ധരിച്ചാലും അത് ഇന്നുവരെ വിജയിച്ചിട്ടില്ല. വളരെ തൃപ്തികരമായ നിലയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച്, UDF ഒറ്റക്കെട്ടായി ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയി തെരഞ്ഞെടുപ്പ് രംഗത്ത് വൻ വിജയം നേടിയെടുക്കാൻ സാധിക്കും. അമിത്ഷാ, മോഡി കമ്പനി കേരളത്തിൽ അവരുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. അവർ കേരളത്തിൽ പച്ച തൊടില്ല. 1, 2, 3, 4 നല്ല റിതമിട്ട് കൊടുക്കോ. മികച്ച പ്രേക്ഷകർക്കുള്ള പ്രത്യേക ജൂറി അവാർഡും ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ തുക്കട രാഷ്ട്രീയക്കാരൻ എന്നവൻ ഉദ്ദേശിച്ചത് എന്നെ തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയ കരുനീക്കുന്നതാണ്. BJPയോട് ചേർന്ന് നിന്നുകൊണ്ട് മത്സരിക്കാൻ തയ്യാറുള്ള ആരെയും ഞങ്ങൾ പിന്തുണക്കും. അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. ജനവിധി എന്നാൽ ജനത്തിന്റെ വിധി എന്നായി മാറ്റുകയാണോ എന്ന ആശങ്കയ്ക്ക് ഏതായാലും ജനാധിപത്യ സമ്പ്രദായത്തിനോളം തന്നെ പഴക്കമുണ്ട്. ഇനി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില ചുവർ ലിഖിതങ്ങൾ. സ്ഥാനാർത്ഥികൾ തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ 1-2 അക്ഷരങ്ങൾ കൈവിട്ടുപോയത് അത്ര വലിയ തെറ്റായി കാണണ്ട. ഇതിലും വലിയ എത്രയോ തെറ്റുകൾക്ക് നമ്മൾ 100-ൽ 100 മാർക്ക് നൽകിയിരിക്കുന്നു. നാടകമേ ഉലകം പുതിയ വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണേ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ
വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടേതാക്കും ചട്ടം നാടകമേ ഉലകം